നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്ക് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴിക്കോടൻ ജനത ലഹരിക്കെതിരെ യാത്ര തുടരുമ്പോൾ അതിനൊപ്പം സർവീസ് നടത്താൻ സ്വകാര്യ ബസ്സുകളും. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ 26 സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ജനകീയ പ്രതിരോധം 2 മില്യൺ പ്ലഡ്ജിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് ബസ്സുടമകളും തൊഴിലാളികളും രംഗത്തെത്തി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 20 ലക്ഷം പൗരന്മാർ ഒരുമിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയിൽ പങ്കാളികളാകും. എല്ലാ യാത്രകളും ലഹരി മുക്തമാവട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കോഴിക്കോട്ടെ ബസ്സുടമകളും ജീവനക്കാരും ജൂൺ 26 ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കും. സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാർക്ക് പ്രതിജ്ഞയെടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് ഇത് സംബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ബസ് ഉടമകളും തൊഴിലാളികളും വ്യക്തമാക്കി. ബസ് സ്റ്റാൻഡുകളിൽ ഉൾപ്പെടെ ആളുകൾക്ക് പ്രതിജ്ഞയെടുക്കാനുള്ള സൗകര്യമൊരുക്കും. ജില്ലയിലെ 20 ലക്ഷം മനുഷ്യർ ഒരുമിച്ച് ഒരേ സമയം വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുക്കുമ്പോൾ സംസ്ഥാനത്തിന് തന്നെ അത് പുതിയ ചരിത്രമാകും. യുവാക്കൾ, വിദ്യാർത്ഥികൾ, വനിതകൾ, വയോജനങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടികൾ, വിദ്യാലയങ്ങൾ, യുവജന വിദ്യാർത്ഥി സംഘടനകൾ, വ്യാപാരികൾ, ഗ്രന്ഥശാലകൾ, ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തകർ, പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ, സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ, സിനിമ, സീരിയൽ, നാടകരംഗത്തെ കലാകാരന്മാർ, സംഗീതജ്ഞർ, മാധ്യമങ്ങൾ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗം വ്യക്തികളെയും സംഘടനകളെയും ഉൾക്കൊള്ളിച്ചുള്ള വലിയ ക്യാമ്പയിൻ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ 26 സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ജനകീയ പ്രതിരോധം 2 മില്യൺ പ്ലഡ്ജിന് വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരുടെയും തൊഴിലാളികളുടെയും പിന്തുണയും സാന്നിധ്യവും ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. വിവിധ മേഖലകളിലുള്ളവരുടെ പങ്കാളിത്തം ഉറപ്പാക്കി ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത് പരിപാടി വൻ വിജയമാക്കാൻ ഏവരുടെയും പിന്തുണ വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ നമുക്ക് സിറ്റുവേഷൻ വളരെ ഒരു സീരിയസ് ആയിട്ടാണ്. ആൻഡ് ഈ മെസ്സേജ് എല്ലാ സ്ഥലത്ത് പോകണമെങ്കിൽ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് സക്സസ് ഫോർ ദ ഡിസ്ട്രിക്ട്, ഫോർ ദ സ്റ്റേറ്റ് ഇറ്റ് സെൽഫ്. നമുക്ക് കോഴിക്കോടിൻ്റെ ഇപ്പോൾ ഒരു ലീഡർഷിപ്പ് പോലെ ഞാനിത് ഈ പ്രോജക്റ്റ് നോക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലെ ഇനീഷ്യേറ്റീവായിട്ട് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കണം. ആൻഡ് ഇറ്റ് വിൽ ബി ഡൺ വിത്ത് മോസ്റ്റ് സെലിബ്രേഷൻ. കാരണം ഈ സെലിബ്രേഷൻ നമുക്ക് എല്ലാ സ്ഥലത്തിലുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ക്രിയേറ്റിംഗ് എ ബിഗ് മെസ്സേജ് ഫോർ എവ്രി വൺ ടു ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻറ്റി ഡ്രഗ് പ്രോഗ്രാംസ്. പിന്നെ റൊട്ടീനായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട് എനിവേസ്. സോ ഇത് എല്ലാവർക്കും റിക്വസ്റ്റ് ആണ് ആൻഡ് ഡയറക്ഷൻ ഓൾസോ ദാറ്റ് പ്ലീസ് മേക്ക് ഷുവർ നമുക്ക് എല്ലാ പാർട്ടിസിപ്പേഷൻ ആക്കാം, കൃത്യമായിട്ട് പാർട്ടിസിപ്പേഷൻ ആക്കാം. ആൻഡ് അസ്യൂമിങ് ദാറ്റ് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് സക്സസ്. സോ ജില്ലാ പഞ്ചായത്തിലെ പ്രോഗ്രാം മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രോഗ്രാമാണ്. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ആക്റ്റീവ്ലി ആൻഡ് നമുക്കൊരു സക്സസ്സിലേക്ക് പോകാം. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. വനം വകുപ്പിന്റെ ഉത്തരമേഖല സാമൂഹിക വനവൽക്കരണ വിജ്ഞാന വ്യാപന വിഭാഗം മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തെരഞ്ഞെടുത്ത പ്രകൃതി പഠന കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഏകദിന ക്യാമ്പിന് സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 40 പേർ അടങ്ങുന്ന സംഘങ്ങൾക്കാണ് ക്യാമ്പ് അനുവദിക്കുക. ക്യാമ്പിലേക്കും തിരിച്ചുമുള്ള യാത്രാ ചെലവ് വിദ്യാലയങ്ങൾ വഹിക്കണം. വിദ്യാർത്ഥികളായ പഠനാംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകും. അപേക്ഷകൾ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ ഡിവിഷൻ, വനശ്രീ, മാത്തോട്ടം പോസ്റ്റ്, അരക്കിണർ, കോഴിക്കോട് 673028 എന്ന വിലാസത്തിൽ ജൂലൈ 15 അയക്കണം. അപേക്ഷാ ഫോമിന്റെ മാതൃകയ്ക്കും നിബന്ധനകൾക്കും 8547603871 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തിരുവനന്തപുരം നാഷണൽ കരിയർ സർവീസ് സെന്റർ, കോഴിക്കോട് NIELIT, കെൽട്രോൺ, നോളജ് സെന്ററുകൾ എന്നിവയുമായി സഹകരിച്ച് SC/ST വിഭാഗങ്ങൾക്കായി നടത്തുന്ന സൈബർ സെക്യൂർഡ് വെബ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് സൗജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴിക്കോട് കെൽട്രോൺ നോളജ് സെന്ററിലാണ് 1 വർഷത്തെ കോഴ്സ് നടക്കുക. പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള +2 പാസ്സായ SC/ST വിഭാഗത്തിലുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കോഴിക്കോട് സെന്ററിലെത്തണം. ഫോൺ നമ്പർ 0495230172. മൊബൈൽ നമ്പർ 8590605275. ബേപ്പൂർ പോർട്ട് ഓഫീസിലെ സ്വിഫ്റ്റ് ഡിസയർ കാറിന് 2 ടയറുകൾ വിതരണം ചെയ്യാൻ കൊട്ടേഷൻ ക്ഷണിച്ചു. ജൂൺ 23 ഉച്ചയ്ക്ക് 1 മണിക്കകം പോർട്ട് ഓഫീസർ, ബേപ്പൂർ പോർട്ട്, കോഴിക്കോട് 673015 എന്ന വിലാസത്തിൽ ലഭിക്കണം. ഫോൺ നമ്പർ 049524144863.
കേരള മാരിടൈം ബോർഡിന് വേണ്ടി കോഴിക്കോട് പോർട്ട് കൺസർവേറ്റർ കാര്യാലയത്തിന്റെ പിറകുവശത്ത് സൂക്ഷിച്ച ഉപയോഗശൂന്യമായ 2390 കിലോഗ്രാം ഇരുമ്പ് സാധന സാമഗ്രികൾ വിൽക്കുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. പോർട്ട് ഓഫീസർ, ബേപ്പൂർ പോർട്ട്, കോഴിക്കോട് 673015 എന്ന വിലാസത്തിൽ ജൂൺ 25 ഉച്ചയ്ക്ക് 1 മണിക്കകം അപേക്ഷകൾ ലഭിക്കണം. ഫോൺ നമ്പർ 0495241486 241860. കോഴിക്കോട് ആരോഗ്യവകുപ്പിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 418/2019 തസ്തികയുടെ റാങ്ക് പട്ടിക 3 വർഷ കാലാവധി പൂർത്തിയായതിനാൽ റദ്ദായതായി ജില്ലാ PSC ഓഫീസർ അറിയിച്ചു. ജില്ലാ വികസന സമിതിയുടെ ജൂൺ മാസത്തെ യോഗം 28 രാവിലെ 10:30 കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. കേരള തീരത്ത് ഇന്നു മുതൽ 18/6/2025 വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 19/6/2025 വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നു മുതൽ 18/6/2025 വരെ കേരള തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. 17/6/2025 മുതൽ 19/6/2025 വരെ കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.